ഹലോ ഫുഡീസ്, ഇന്നത്തെ സ്പെഷ്യൽ തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു അയിലക്കറിയാണ്. കറിയാകാൻ റെഡിയായിരിക്കുന്ന നമ്മുടെ അയിലക്കുട്ടന്മാരെ ഓരോന്നായി ചട്ടിയിൽ നിന്നെടുത്ത് നമ്മുടെ അയിലക്കുട്ടന്മാരുടെ ചിറകും വാലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം കല്ലിൽ ഇടിച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, ഒരു ചട്ടിയിലേക്കിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ നമ്മുടെ അയിലക്കുട്ടന്മാരെ ഇടുന്നു. ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നു. അയിലക്കുട്ടന്മാരെല്ലാം ചട്ടിയിൽ കിടന്ന് നന്നായി തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മസാല റെഡിയാക്കാനായി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവാള, വെളുത്തുള്ളി, വേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് മസാലപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചതിന് ശേഷം അതിലേക്ക് രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിളച്ച് മറിഞ്ഞ മസാല എടുത്ത് നമ്മുടെ അയിലക്കുട്ടന്മാരിലേക്ക് ഒഴിച്ചു. അതിനുശേഷം അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് അതിലേക്കിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് തിളപ്പിച്ചു. തക്കാളിക്കുട്ടന്മാരെല്ലാം അയിലക്കുട്ടന്മാരുടെ കൂടെ കിടന്ന് നന്നായി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ റെഡിയാക്കി വെച്ച ഒന്നാം പാൽ കൂടി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി അങ്ങോട്ട് തിളപ്പിച്ചു. ആഹാ, നമ്മുടെ തനി നാടൻ സ്റ്റൈലുള്ള അയിലക്കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്.